മുന്നിലൂടെ ഇഖ്ലാസോടുകൂടി ഒരു ദുആ സമർപ്പിക്കലല്ലാതെ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ ഉരുവിട്ട് ദുആ ചെയ്യലല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിഷ്കളങ്കത കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് കണ്ണടച്ചിട്ട് പോലും ഒരു ഏകാഗ്രത നമുക്ക് കിട്ടാത്തതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് കാര്യത്തിനോട് നിങ്ങൾക്ക് പ്രേമമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു വരാത്തതെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. രണ്ട് കാര്യത്തിനോട് പ്രേമമുള്ളത് കൊണ്ടാണ്, രണ്ട് കാര്യത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹുബ്ബുൽ മാലി വൽ ജാഹ്, ഹുബ്ബുൽ മാലി വൽ ജാഹ്. ഒന്നാമത്തത് പണത്തിനോടുള്ള പ്രേമമാണ്. എന്തിന് പ്രേമിക്കണം പ്രിയപ്പെട്ടവരെ? പണത്തെ. എന്തിന് സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ? പണത്തെ. ചൈനയിൽ കണ്ടില്ലേ, ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നോട്ടുകെട്ടുകൾ ഇങ്ങനെ വാരിയെറിയുകയാണ്. വേണ്ടപ്പെട്ടവരെ അസ്രായിൽ കൊണ്ടുപോയപ്പോ ഈ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ഇനി ആർക്കു വേണ്ടിയാണ്? വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾ മുഴുവനും ഇങ്ങനെ വൈറസ് ബാധിച്ച് വിട പറയുമ്പോ ഈ നോട്ട് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇനി എനിക്ക് എന്ത് കിട്ടാനാന്ന് പറഞ്ഞ് അത് ഹോസ്പിറ്റലിന്റെ വരാന്തയിലേക്ക് വാരിയെറിയുന്ന കടലാസിന്റെ വില പോലുമില്ലാതെ, കടലാസിന്റെ വില പോലുമില്ലാതെ നാളുകൾക്ക് മുമ്പ് ആ ഒരു നോട്ടുകെട്ടിന് വേണ്ടിയിട്ട് മാറാവിന്റെ കഴുപ്പറത്ത മക്കളായിരുന്നല്ലോ, കൂടപ്പുറപ്പിന്റെ കഴുപ്പറത്ത മക്കളായിരുന്നല്ലോ. ഇന്നതാ എല്ലാവരും ഞെട്ടറ്റ് വീഴുന്ന വാടുന്ന റൊസാദളങ്ങളെ പോലെ തളർന്ന് വീഴുമ്പോ ആ നോട്ടുകെട്ടുകളെ മുഴുവനും ചൈനയുടെ തെരുവോരത്ത് വലിച്ചെറിയുകയാണ്. ഇനി ഇത് കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല, ഇനി ഇത് പൂജ നടത്തിയിട്ട് കാര്യമില്ല, ഇതിനി വാരിക്കൂട്ടി വെച്ചിട്ട് അർത്ഥമില്ല. എന്റെ രണ്ടത്താണിയിലെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ആ പണത്തിനോടുള്ള പ്രേമം അവസാനിക്കുന്ന ഒരു കാലം വരുന്നതാണ്. ആ കാലം ഇതാണോ? അറിയില്ല പടച്ചവനെ, അറിയില്ല റബ്ബേ. ചൈനയിൽ വന്നതുപോലെ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നു പോയാ പിന്നെ ആരാണ് പണത്തിന്റെ പിന്നാലെ പോവാ? പിന്നെ ആരാണ് ബ്ലൈഡ് കമ്പനി നടത്തുക? പിന്നെ ആരാണ് പലിശ കമ്പനി നടത്തുക? പിന്നെ ആരാണ് കൂടപ്പുറപ്പിന്റെ 3 ലക്ഷം വഴിക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കുക? അല്ലാഹുവേ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുത് അല്ലോ. ആ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവേ നിന്നെക്കാൾ ഇടം പിടിച്ചിട്ടുണ്ട് പണമെങ്കിൽ ആ ഇടത്തെ എടുത്ത് മാറ്റിവെക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ.